ചേച്ചി ആവശ്യമില്ലാത്ത കാര്യം നാട്ടിൽ പറഞ്ഞോണ്ടിരുന്ന ഞാനെന്തോ പറഞ്ഞു? എല്ലാരും പറഞ്ഞ ചേച്ചി പറഞ്ഞത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. കള്ളും കുടിച്ച് ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്, ഞാൻ വിളിച്ച് പോലീസ് ഏൽപ്പിക്കും. ആ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നത് നിങ്ങൾ പോലുള്ളവരാ. എവിടെ പോന്ന്? ക്ലാസ് ഉണ്ട്. ഞാൻ ബൈക്കിൽ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ ബസ്സിൽ പൊക്കോളാം. പ്രാർത്ഥന എന്റെ അടുത്ത് പഴയ കണക്ക് മിണ്ടുന്നില്ല അച്ഛാ. എന്താ കള്ളു പിടിച്ച് കിടക്കുന്ന ആരിഷ്ടപ്പെടും? സ്വന്തം പെങ്ങൾ വരുന്നില്ല പറഞ്ഞു. അതെങ്ങനെ അച്ഛനറിയാം? ഞാൻ പിന്നെ വല്ലപ്പോഴും അല്ലേ ഉള്ള അച്ഛാ. കുടിയൻ തന്നെ. കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ ചേച്ചി എന്നെ പറ്റി എല്ലാ കുറ്റങ്ങളും എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത്. അവര് കേസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നേ. പിന്നെ എന്റെ വീട്ടുകാർ കാല് പിടിച്ചോണ്ടാ അവര് പിന്നെ കേസിന് പോവാഞ്ഞത്. നീ എന്തോ ചെയ്യുന്നു? ഡിഗ്രി പാസ്സായോ? സപ്ലി ഉണ്ട്. ആ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. കണ്ട വള്ളി പിടിക്കാതെ പഠിച്ച് രക്ഷപ്പെടാൻ നോക്ക്. ഇനി ഇതേ കണക്ക് എന്റെ കയ്യിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലേ നിന്നെ ശരിയാണ്. എടാ ഫസ്റ്റ് കൂടെ കൊടുറേ, എനിക്ക് 60 ചേട്ടാ. എടാ ഇന്നടാ സതീശ അടിയടാ, നിന്റെ എല്ലാ വിഷമവും മാറട്ടെ. അണ്ണാ ഞാൻ ആദ്യം പറഞ്ഞ് കള്ളു കുടിക്കാനാണെങ്കിൽ ഞാൻ ഇല്ലെന്ന്. ഞാൻ ചവിട്ടിയതാ. അണ്ണയും ചേട്ടണ്ണ അവൻ പലതും പറയും. അടിയടാ. എന്നാ ഒരു പരിപാടിയാണോ നീ കാണിക്കണേ? എടാ നീയോ അടിക്കുന്നില്ല, ബാക്കിയുള്ളവനെങ്കിലും സമ്മാനം കൊടു. നീയൊക്കെ കൂടി ഇവനെ നശിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരെന്നറിയാവോ? അവന്റെ ഈ കൺട്രോൾ ഇല്ലാത്ത മനസ്സാ. ലോകത്തെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പെടുന്നതെന്നറിയാവോ? എല്ലാവരും നിന്നും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിന്നെ കാരണം. കുടിച്ച് സന്തോഷിക്ക്. അവൻ പോന്നേ പോട്ടേ, ഒരരയും നമ്മൾ രണ്ടും നമ്മക്കങ്ങ് തീർക്കാം.